ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷെർനാസ് വേൾഡ്. അപ്പോൾ ഇതാ ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത്. ഇത് ലിയമോൻ്റെ ആദ്യത്തെ വിഷുവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വക ഒരു വിഷുക്കോടി എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോണേന് നമ്മുടെ തോമ്പടിയിലുള്ള സിത്താരിലാണ് ഞങ്ങൾ പോയത്. അവനിപ്പോൾ ഡ്രസ്സ് എടുക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. കാരണം അവനിപ്പോൾ ഓൾറെഡി കുറേ ഡ്രസ്സ് ഇരിപ്പുണ്ട്. അവന് പരിപാടിക്ക് ഇട്ട ഡ്രസ്സും പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ തന്നത്. പക്ഷെ എന്നാലും ആദ്യത്തെ വിഷയമാകുമ്പോൾ ഞങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു കോടി കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിന്ന് എടുക്കാൻ വേണ്ടി പോയത്. ആദ്യം തന്നെ ലിയമോനെ എടുക്കാൻ വേണ്ടിയിട്ട് 3rd ഫ്ലോറിലാണ് ഞങ്ങൾ പോയത്. അവിടെയാണ് കിഡ്സിൻ്റെ സെക്ഷൻ വന്നത്. അപ്പോൾ അത് അവിടെ എനിക്ക് തോന്നുന്നത് ബോയ്സിന് പറ്റിയ വലിയ കളക്ഷനൊന്നും ഇല്ല. അല്ലെങ്കിലും പൊതുവെ ബോയ്സിനങ്ങനെ പ്രത്യേകിച്ച് കളക്ഷനൊന്നും ഇല്ലല്ലോ. പക്ഷെ പെൺകൊച്ചിനെ അവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ലിയമോനെ അപ്പോൾ ഓരോ ഡ്രസ്സ് അവരിട്ട് കാണിച്ചു തന്നായിരുന്നു. ഒന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. ആദ്യം ഇട്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ഷർട്ട് നിക്കർ പോലെ അങ്ങനത്തെ എടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു കളർ ഇഷ്ടപ്പെടാതുകൊണ്ട് എടുത്തില്ല. പിന്നെ അതേപോലെ ഈ യെല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പുള്ളോറ് പോലത്തെ അങ്ങനത്തെ പുള്ളോറ് പോലത്തെ അവനില്ല. അപ്പോൾ അതും എടുക്കണമെന്നുള്ള ഡൗട്ടിലായിരുന്നു ഉണ്ടായത്. പിന്നെ അത് ലാസ്റ്റ് ഒരു ഓറഞ്ചും ഓഫ് വൈറ്റും കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല അബിക്കും ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ടിട്ട് ഞാൻ അതാണ് എടുത്തത്. അതുപോലെ ഈ ഡ്രസ്സിന് മാച്ച് ഒരു ഓഫ് വൈറ്റ് ഷൂവും വാങ്ങിച്ചാട്ടോ ലിയോ മോനെ. എന്താണ് ലിയോ ഇട്ടേക്കണ? ഷൂ ഇട്ടേക്കണ നിങ്ങൾ ലിയമോനെ പിന്നെ അവിടെ ചെന്നപ്പോൾ തൊട്ട് ഓരോ സ്റ്റാഫ് കാണുന്നവർ കളിപ്പിച്ചുകൊണ്ടിരിക്കണായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയും കളിപ്പിച്ചുകൊണ്ടിരിക്കണായിരുന്നു ലിയമോനെ. വിഷു പ്രമാണിച്ച് പിന്നെ അതേ ട്രഡീഷണൽ പോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മുണ്ടും ഷർട്ടും പിള്ളേർക്കുള്ള പട്ടോൺ ബ്ലൗസൊക്കെ. പക്ഷേ ഇവനെ പാവോയതുണ്ടായിരുന്നില്ല. അപ്പം ചേച്ചി പറയണായിരുന്നു ഓണത്തിന് ഇടാമെന്നൊക്കെ പറഞ്ഞ് അവനെ കളിപ്പിക്കണമായിരുന്നു. ലിയമോൻ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ കണ്ണെപ്പോഴും സ്ഥിരം ഈ ഒരു സെക്ഷനിലേക്കാണ് എപ്പോഴും പോണത്. എന്ത് ഭംഗിയാണെന്ന് പെൺപിള്ളേർ ഡ്രസ്സ് കാണാൻ. അപ്പോൾ ആലോചിക്കും ദൈവം എനിക്ക് പെൺകൊച്ചായാൽ മതിയായിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ആലോചിക്കും കേട്ടോ. പല പല മോഡൽ ഓരോ വെറൈറ്റി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എൻ്റെ ഗേൾസിനുള്ളത്. ബോയ്സിന് അതൊന്നും ഇല്ലെന്നേ. മുണ്ടും ഷർട്ട് ഇവനെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് നോക്കിയതാണ്. പക്ഷേ ഇവൻ്റെ സൈസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട ഞങ്ങൾ എടുത്തട്ടാ. കാരണം എൻ്റെ ചേച്ചിക്ക് ആൺകൊച്ചാണ്. അവനിപ്പോൾ ഒരു 9 മാസമൊക്കെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് 2 വയസ്സ് ഏജുള്ള കുട്ടിയുടെ ഡ്രസ്സാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അളവ് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്തോ ഒരു 1.5 ഇഞ്ച് വ്യത്യാസമുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 വയസ്സിൻ്റെ ഞങ്ങൾ എടുത്തട്ട അവന്. അടുത്ത വർഷം പിന്നെ യൂസ് ചെയ്യാലോ, പിള്ളേരാകുമ്പോൾ പെട്ടെന്ന് വലുതാവും. അടുത്തത് തന്നെ ഞങ്ങൾ പോണത് അബീനെ സോപ്പിട്ട് എനിക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറിയിട്ടെ. പിന്നെ ഞാൻ എപ്പോൾ എവിടെ നോക്കിയാലും എനിക്ക് ഫീഡിങ് ഡ്രസ്സ് കിട്ടാറില്ല. ഫീഡിങ്ങിൻ്റെ കളക്ഷൻ കുറവായിക്കോട്ടെ എല്ലായിടത്തും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്തോ എനിക്ക് ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ കിട്ടിയേട്ടാ. ലിയമോൻ ജനിച്ചതിന് ശേഷം ആദ്യം തൊട്ടാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടണത് തന്നെ. എവിടെ ചെന്നാലും ഫീഡിങ്ങിൻ്റെ ഡ്രസ്സ് കളക്ഷൻസ് കുറവായിരിക്കും. ഇവിടെ അങ്ങനെ ഉണ്ടാവാറില്ല. അത് ഞാൻ നിൽക്കണതിൻ്റെ ബാക്കിൽ തന്നെ ആകെ കുറച്ച് മാത്രം അവിടെ ഹാങ് ചെയ്തിട്ടുണ്ടായത്. അതേ ഉണ്ടായിരുന്നുള്ളൂ ഫീഡിങ്ങിൻ്റെ ഡ്രസ്സ്. പക്ഷെ അതിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു റെഡും റാണി പിങ്ക് ഷെയ്ഡും കൂടിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടത്. പിന്നെ താഴെ പോയി ഞങ്ങൾ ബില്ലടിക്കാണ്ട് കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ലിയമോൻ്റെ ഡ്യൂട്ടിക്കും കയറി. പോണ വഴിക്ക് ഷേക്ക് കുടിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ മഴക്കാറുണ്ടായപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളത് നിന്നില്ല. പിന്നെ ഞങ്ങൾ സ്ഥിരം പോണൊരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് കടികൾ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. കുറേ വർഷമായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ചേട്ടന്മാരാട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കമ്പനിയാണ്. അപ്പോൾ അവർ ചിലവ് ചോദിക്കണമായിരുന്നു കൊച്ച് ജനിച്ചതിൻ്റെയൊക്കെ. ലിയമോനെയും കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോയത് തന്നെ. അവിടെ ചൂട് കടികൾ വറുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ റോഡിൻ്റെ ഇപ്പുറം സൈഡിലേക്ക് മാറിയാണ് നിന്നത്, എണ്ണയെങ്ങാനും തെറിച്ച് വീഴാതിരിക്കാൻ. അപ്പോൾ ലിയമോൻ നല്ല ഉറക്കമാണ്. അങ്ങനെ കടികൾ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകണേണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.